മലപ്പുറം അരീക്കോട് ഊർങ്ങാട്ടേരി ഓടക്കയത്ത് കിണറ്റിൽ കാട്ടാന വീണ സംഭവത്തിൽ കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് വനംവകുപ്പ്. മലപ്പുറം കളക്ടറേറ്റിൽ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകരുടെ പ്രതിനിധികൾ എന്നിവർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കിണറ്റിൽ വീണ കാട്ടാനയെ കാടുകയറ്റി. ആനയെ നിരീക്ഷിക്കാൻ കുങ്കിയാനകളും സ്ഥലത്ത് തുടരുന്നുണ്ട്. വനം RRTയുടെ നേതൃത്വത്തിൽ ഊർങ്ങാട്ടേരിയിൽ പട്രോളിംഗ് നടത്തും. കിണറിൽ വീണ കാട്ടാനയെ കാടുകയറ്റിയിട്ടുണ്ട്. ജനവാസ മേഖലയിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനായി 2 കുങ്കിയാനകൾ സ്ഥലത്ത് തുടരും. ഉപയോഗിച്ച് കുങ്കിയാന അവിടെ വെച്ച പട്രോളിംഗാണ് നടത്തുന്നത്. സാധാരണഗതിയിൽ ഒരു കുങ്കി പട്രോളിംഗ്, ഒരു കൺഫ്രണ്ടേഷൻ ലെവലാണ് കുങ്കി പട്രോളിംഗ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ സജ്ജമായ മെഡിക്കൽ ടീമോട് കൂടി മയക്കുപിടി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം അവിടെയുണ്ട്. മയക്കുപിടി വയ്ക്കാനുള്ള വിദഗ്ധ ഡോക്ടർമാർ അടക്കം സാന്നിധ്യത്തോടു കൂടിയാണ് നമ്മൾ കുങ്കിയാനേനെ അവിടെ നിർത്തി. ഇനി ആ പ്രദേശത്ത് വരാനുള്ള രീതിയിൽ ഈ ഒരു പെട്രോളിംഗ് ഉണ്ടാവും, സ്റ്റാഫും ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ആ പ്രദേശത്ത് ഇനി വരില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആന വീണ കിണറിന്റെ ഉടമയായ കർക്കലിൽ സണ്ണിക്ക് നഷ്ടപരിഹാരമായി 1.5 ലക്ഷം രൂപ കൈമാറി. കാർഷിക വിളകളുടെ നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക 10 ലക്ഷത്തിൽ നിന്നും 11 ലക്ഷമാക്കാനും തീരുമാനിച്ചു. ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ട ഡിമാൻഡുകൾ ഏകദേശം പൂർണ്ണമായും അംഗീകരിക്കുന്ന തരത്തിലോട്ടാണ് ഇന്നത്തെ ചർച്ചകളിലൂടെ മാറപ്പെട്ടത്. ഫെൻസിങ്ങിൻ്റെ കാര്യത്തിൽ നാളെ തന്നെ തീരുമാനമാണ്. നാളെ തന്നെ അവിടുത്തെ അലൈൻമെൻറ്റുകൾ പരിശോധന ആരംഭിക്കാനുള്ള തീരുമാനം ഇവർ ഉടൻ തന്നെ എടുത്തു. കൃഷിഭൂമിയുടെ നാശനഷ്ടവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് കൃത്യമായൊരു ഗൈഡൻസ് ഇവർ നൽകി കഴിഞ്ഞു. അത് ചെയ്തു തരാനുള്ള ഏറ്റവും എളുപ്പമായ, ഏറ്റവും വേഗതയാർന്ന നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് ലഭിച്ചു. മൂന്നാമതായിട്ട് ഏറ്റവും സന്തോഷത്തോട് പറയേണ്ടത് ഇന്ന് രാവിലെ തന്നെ 1.5 ലക്ഷം രൂപ കൊടുത്തിരിക്കുമെന്നുള്ള അതിൻ്റെ ചെക്ക് ഇവർ തന്നെ ഇന്ന് രാവിലെ റിലീസ് ചെയ്ത് അവിടെ അതിന് അട്ടാർമാക്കൽ സണ്ണിച്ചേട്ടൻ അത് സമയത്ത് തന്നെ നൽകി. കൂടാതെ വനത്തിൽ 7.5 കിലോമീറ്റർ സോളാർ വൈദ്യുതി വേലി നിർമ്മിക്കും. ഒരാഴ്ചക്കുള്ളിൽ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തിയാക്കി ടെൻഡർ നടത്തും. പ്രദേശവാസികളുടെ സഹായത്തോടെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് അവരുടെ സഹായത്തോടെ ഫെൻസിംഗ് പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകും. കൃഷികൾ ഇൻഷുറൻസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾക്ക് ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ജനരോക്ഷം അതിശക്തമായ സാഹചര്യത്തിലാണ് വനംവകുപ്പ് നടപടി. ജില്ലാ കലക്ടർ VR വിനോദ്, നിലമ്പൂർ നോർത്ത് DFO P കാർത്തിക്, സൌത്ത് DFO ദരിക് ലാൽ, പെരിന്തൽമണ്ണ സബ് കലക്ടർ, ഊർങ്ങാട്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡംഗം, കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.